ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. നമുക്ക് ഇപ്രകാരം വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനും ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുവാനും ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ഇപ്രകാരം ഇന്നും ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബൈബിൾ സർവേയില് നാം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഇടയ്ക്കുള്ള സമയത്തെ കുറിച്ചാണ്. ഒരു ടെസ്റ്റമെന്റൽ പീരീഡിനെ കുറിച്ചാണ് അതായത് ഈ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഇടയിലുള്ള ആ കാലഘട്ടത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ പുതിയ നിയമം വേണ്ട രീതിയിൽ മനസ്സിലാക്കേണ്ടതിന് അത് ആ കാലഘട്ടത്തെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഇന്ന് പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ ആമുഖമായിട്ട് ചില കാര്യങ്ങളും അതുപോലെ സുവിശേഷങ്ങളെ കുറിച്ചുള്ള ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങളുമാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ബൈബിളിലെ ഈ ബൈബിൾ സർവേ തുടങ്ങിയപ്പോൾ മുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ബൈബിളിലെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് ആ നിലയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ബൈബിളിലെ ഏറ്റവും പ്രധാന വ്യക്തി അല്ലെങ്കിൽ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. ബൈബിളിൽ ഓരോ പുസ്തകങ്ങളിലും നമുക്ക് കർത്താവിനെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനായിട്ടും കഴിയും എന്ന് നമുക്ക് കാണാം. അപ്പോൾ ബൈബിളിലെ പ്രധാന വിഷയം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. പഴയ നിയമം ഒരു മശിഹയെ കാണുന്നു. മശിഹയെ കുറിച്ചുള്ള പ്രവചനം നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. കർത്താവ് യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ മശിഹയെ പഴയ നിയമത്തില് പ്രതീക്ഷിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ മശിഹയെ കുറിച്ച് ഉള്ള പ്രവചനങ്ങള് ഒക്കെ നമുക്ക് പഴയ നിയമത്തിൽ പ്രവചനങ്ങള്, നിഴലുകള് ഒക്കെ, പ്രതീക്ഷകള്, വാഗ്ദത്തങ്ങള് ഒക്കെ ആ നിലയിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് പഴയ നിയമത്തില് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് അവിടെ സ്ത്രീയുടെ സന്തതിയായിട്ട് കർത്താവിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം അല്ലെങ്കിൽ പരാമർശം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി പഴയ നിയമത്തിൽ അവസാന പുസ്തകമായിട്ടുള്ള മലാക്കിയുടെ പ്രവചനത്തിൽ വരെ മലാക്കിയുടെ പുസ്തകം നാം പഠിച്ചപ്പോൾ നാം കണ്ടു, മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നീതി സൂര്യനായിട്ടുള്ള കർത്താവിനെ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മലാക്കിയുടെ പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഉൽപ്പത്തി ആദ്യത്തെ അധ്യായങ്ങൾ തൊട്ട് ഉൽപ്പത്തി 3-ാം അധ്യായം തൊട്ട് തന്നെ മലാക്കിയുടെ അവസാന പുസ്തകം, പഴയ നിയമത്തിന്റെ അവസാന പുസ്തകം വരെ കർത്താവിനെ ആ നിലയിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ കർത്താവിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും പ്രതീക്ഷകളും നിഴലുകളും ഒക്കെ കൊണ്ട് പഴയ നിയമം ആ നിലയിൽ നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പഴയ നിയമം ഒരു മശിഹയെ പ്രതീക്ഷിക്കുകയും മശിഹയുടെ വരവിനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്, പഴയ നിയമ വിശുദ്ധന്മാര്, ഭക്തന്മാര് മശിഹ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് അവര് വളരെ ആവലോടെ അതിനുവേണ്ടി കാത്തിരുന്നു എന്ന് നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മുടെ കർത്താവിനെ നിഴലായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷയായിട്ട് നാം കാണുന്നെങ്കിൽ, പുതിയ നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. കർത്താവിന്റെ ആ വെളിപ്പാടാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ നാം നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ ഇത്രയും നാള് ലോകം മുഴുവനും, യഹൂദന്മാരും ലോകവും മുഴുവനും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ മശിഹയുടെ ആ രംഗപ്രവേശനമാണ് നമുക്ക് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ ഒരു ലിങ്ക് നമുക്ക് ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം. അപ്പോൾ ആ മശിഹയെ കുറിച്ചുള്ള, കർത്താവിനെ കുറിച്ചുള്ള വിളംബരം കൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാം. പുതിയ നിയമത്തെ നമുക്കറിയാവുന്നതുപോലെ
പുതിയ നിയമ പുസ്തകങ്ങൾ 27 പുസ്തകങ്ങളാണ്. 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും, അങ്ങനെ ആകെ 66 പുസ്തകങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത്. അപ്പോൾ അതിലെ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണുള്ളത്. അപ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളില് 27 പുസ്തകങ്ങൾ നമുക്ക് മൂന്നായിട്ട് നമുക്ക് തിരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 3 ഭാഗങ്ങളായിട്ട് നമുക്ക് പുതിയ നിയമത്തെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ 5 പുസ്തകങ്ങൾ, 27 പുസ്തകങ്ങൾ, ആദ്യത്തെ 5 പുസ്തകങ്ങൾ മത്തായി മുതൽ അപ്പോസ്തല പ്രവൃത്തികൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി, ഈ 5 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്. ഈ ചരിത്ര പുസ്തകം പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളാണ്. അതില് മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 പുസ്തകങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 പുസ്തകങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രമാണ് നാം ഈ 4 പുസ്തകങ്ങളിൽ കാണുന്നത്. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത് ആരംഭ സഭയുടെ ചരിത്രം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രമാണ് നാം മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 പുസ്തകങ്ങളിൽ നാം കാണുന്നതെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തികളിൽ ആദിമ സഭയുടെ ആ ചരിത്രം, സഭയുടെ ഉത്ഭവം, പിന്നീട് സഭയുടെ വളർച്ച, അങ്ങനെ ആരംഭ സമയത്തെ അല്ലെങ്കിൽ ആദിമ സഭയുടെ ചരിത്രമാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നത്. അപ്പോൾ ക്രിസ്തു അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ചരിത്ര പുസ്തകമാണ്. കേവലം കെട്ടുകഥയല്ല, അല്ലെങ്കിൽ ആ നിലയിലുള്ള കേവലം ഒരു വിശ്വാസമല്ല. കർത്താവ് യേശു ക്രിസ്തു ഒരു ചരിത്ര പുസ്തകമാണ്. ചരിത്ര വ്യക്തിയായിട്ട് നമുക്ക് കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരോ പറഞ്ഞതുപോലെ ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. അതായത് കർത്താവിനെ കുറിച്ചുള്ള ആ കഥയാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് ഇല്ലാതെ ചരിത്രമില്ല. കർത്താവ് ചരിത്ര പുരുഷനാണ്. അതുമാത്രമല്ല, കർത്താവ് ചരിത്ര പുരുഷനാണെന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവ് ഇല്ലാതെ ചരിത്രമില്ല. നമുക്കറിയാം, കർത്താവിനോടുള്ള ബന്ധത്തിലാണ് ചരിത്രം അറിയപ്പെടുന്നത് തന്നെ. BC എന്നും AD എന്നും ആണ് നാം അറിയുന്നത്. അപ്പോൾ BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പുള്ള ചരിത്രം. AD എന്ന് പറഞ്ഞാൽ കർത്താവിന് ശേഷമുള്ള ചരിത്രം. അപ്പോൾ ലോക ചരിത്രത്തെ തന്നെ ആ നിലയിൽ 2ആയിട്ട് തരംതിരിച്ച, ലോക ചരിത്രത്തെ സ്വാധീനിച്ച അല്ലെങ്കിൽ ആ നിലയിൽ സ്വാധീനിച്ച വ്യക്തിവിശേഷമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ചരിത്രത്തിന്റെ മുഖ്യ അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനം നമ്മുടെ കർത്താവിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവില്ലാതെ ചരിത്രം തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളായിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്. പിന്നീടുള്ള 21 പുസ്തകങ്ങൾ, അതായത് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള 21 പുസ്തകങ്ങൾ അത് എഴുത്തുകളാണ്. അതായത് ഉപദേശങ്ങളാണ്. ഈ 21 പുസ്തകങ്ങളെ നമുക്ക് എഴുത്തുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ എന്ന് നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതില് ആ ഉപദേശ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ എഴുത്തുകളെയും നമുക്ക് 21 പുസ്തകങ്ങളെ നമുക്ക് 2ആയിട്ട് നമുക്ക് പ്രധാനമായിട്ട് പല രീതിയിൽ അതിനെ വിഭജിക്കുവാനായിട്ട് സാധിക്കും ഈ പുസ്തകങ്ങളെ. എന്നാൽ പ്രധാനമായിട്ട് 2ആയിട്ട് നമുക്ക് വിഭജിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 21 പുസ്തകങ്ങൾ. അപ്പോൾ പുതിയ നിയമത്തിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ എഴുത്തുകളാണ്, അല്ലെങ്കിൽ എപ്പിസൽസ്, അല്ലെങ്കിൽ ഡോക്ട്രിൻസ്, ഉപദേശങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ 2ആയിട്ട് നമുക്ക് തരംതിരിച്ച് നമുക്ക് മനസ്സിലാക്കാം. റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെയുള്ള 14 പുസ്തകങ്ങളിലെ പൗലോസിന്റെ എഴുത്തുകൾ, പോളൈൻ എപ്പിസൽസ് എന്നും, പിന്നീടുള്ള 9 പുസ്തകങ്ങള്, അതായത് യാക്കോബ് മുതൽ യൂദ വരെയുള്ള പുസ്തകങ്ങളെ ജനറൽ എപ്പിസൽസ് അല്ലെങ്കിൽ പൊതുലേഖനങ്ങളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെ, എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ആരാണ് എന്നുള്ള രീതിയിൽ വ്യക്തതയില്ല. പൗലോസ് ആണെന്നാണ് ഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും വിശ്വസിക്കുന്നത്. നാം അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെയുള്ള 14 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അത് പൗലോസിന്റെ
പുസ്തകങ്ങളാണ്. അപ്പോസ്തലൻ പൗലോസ് എഴുതിയ പുസ്തകങ്ങളാണ് 14 പുസ്തകങ്ങൾ. പിന്നീടുള്ള 7 പുസ്തകങ്ങൾ, അതായത് പിന്നീട് യാക്കോബ് മുതൽ യൂദ വരെയുള്ള 7 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പൊതു ലേഖനങ്ങൾ, ജനറൽ എപ്പിസിൽസ് ആണ്. അപ്പോൾ അതിലെ ആ 7 പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ ആ 7 എഴുത്തുകളുടെ എഴുത്തുകാരെന്ന് പറയുന്നത് യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദ, ഈ 4 പേരാണ് ആ 7 പുസ്തകങ്ങളുടെ എഴുത്തുകാർ. യാക്കോബിന്റെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനങ്ങൾ, യോഹന്നാന്റെ 3 ലേഖനം, യൂദയുടെ 1 ലേഖനം. ആ നിലയിൽ 7 പുസ്തകങ്ങളെ പൊതു ലേഖനങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ പൗലോസിന്റെ ലേഖനങ്ങൾ, അതായത് പൗലോസിന്റെ ലേഖനങ്ങള് 14 എണ്ണമാണ്. അപ്പോൾ ആ 14 ലേഖനങ്ങളെ നമുക്ക് പിന്നെ നാം മനസ്സിലാക്കാനായിട്ട് അതില് 9 ലേഖനങ്ങള് സഭകൾക്കുള്ള ലേഖനങ്ങളാണ്. റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ്യ ലേഖനം, ഇങ്ങനെയുള്ള ഇതുപോലുള്ള 9 ലേഖനങ്ങൾ എന്ന് പറയുന്നത് സഭകൾക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങളും, പിന്നീട് 4 ലേഖനങ്ങൾ അത് വ്യക്തികൾക്കുള്ള ലേഖനങ്ങളുമാണ്. വ്യക്തികൾക്കായിട്ട് എഴുതിയ ലേഖനങ്ങളാണ് 4 ലേഖനങ്ങൾ. അതായത് തിമോത്തിയോസ് 1, 2 തിമോത്തിയോസ്, അതുപോലെ തീത്തോസിന്റെ ലേഖനം, ഫിലേമോന്റെ ലേഖനം, അങ്ങനെ ഈ 4 ലേഖനങ്ങൾ വ്യക്തികൾക്കായിട്ട് എഴുതിയ ലേഖനങ്ങളാണ്. അപ്പോൾ ചരിത്രം മത്തായി മുതൽ അപ്പോസ്തല പ്രവൃത്തികൾ വരെയുള്ള 5 പുസ്തകങ്ങൾ ചരിത്രം. അതില് മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 പുസ്തകങ്ങള് യേശുക്രിസ്തുവിന്റെ ചരിത്രവും, പിന്നീട് അപ്പോസ്തല പ്രവൃത്തികള് ആദിമസഭയുടെ ചരിത്രവുമാണ്. പിന്നീട് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ 21 പുസ്തകങ്ങളാണ്. അതിനെ പൗലോസിന്റെ ലേഖനങ്ങൾ എന്നും അതുപോലെ പൊതുലേഖനങ്ങളെന്നും രണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് 3ാമത്തെ വിഭജനം എന്ന് പറയുന്നത് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം, അതായത് പ്രവചനം. പുതിയ നിയമത്തിൽ ഒരു പ്രവചന പുസ്തകമാണുള്ളത്, അത് വെളിപ്പാട് പുസ്തകമാണ്. പഴയ നിയമത്തിലെ യെശയ്യാ മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകമാണ് പ്രവചന പുസ്തകമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും പഴയ നിയമത്തെ കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഔട്ട്ലൈനാണ് നമുക്ക് ഇത്രയും നാം ചിന്തിച്ചത്. ഇനി നാം സുവിശേഷങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളാണ് അല്ലെങ്കിൽ സുവിശേഷ പുസ്തകങ്ങളാണ് നമുക്ക് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. അപ്പോൾ ഈ സുവിശേഷങ്ങളിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ, സുവിശേഷം എന്നുള്ളതിന്റെ ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് ഇവാഞ്ചലിയോൻ എന്നുള്ള വാക്കാണ്. ഇവാഞ്ചലിയോൻ എന്നുള്ള വാക്കാണ് സുവിശേഷം എന്നുള്ളതിന്റെ ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവാഞ്ചലിയോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം സദ്വർത്തമാനം അല്ലെങ്കിൽ സുവാർത്ത, നല്ല വിശേഷം എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. സദ്വർത്തമാനം അല്ലെങ്കിൽ സുവാർത്ത എന്നാണ് ഇവാഞ്ചലിയോൻ എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. അതാണ് സുവിശേഷം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് പാപിയായ മനുഷ്യന് വിളംബരം ചെയ്യുന്ന രക്ഷാദൂതാണ്. പാപിയായ മനുഷ്യന് രക്ഷ പ്രാപിക്കുക, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവം വിളംബരം ചെയ്യുന്ന, മാനവജാതിക്ക് വേണ്ടി ദൈവം വിളംബരം ചെയ്യുന്ന രക്ഷാദൂതാണ് സുവിശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സുവിശേഷത്തെ കുറിച്ച് നാം വളരെ ആധികാരികമായിട്ട് നാം പറയുകയാണെങ്കിൽ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം. തിമോത്തിയോസിന്റെ 2ാം ലേഖനം 2ാം അധ്യായം 8ാം വാക്യം നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 2ാം അധ്യായം 8ാം വാക്യം. തിമോത്തിയോസ് 2:8. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിളിൽ 4 സുവിശേഷങ്ങളില്ല. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, അങ്ങനെ 4 സുവിശേഷങ്ങൾ ബൈബിളിലില്ല. അപ്പോൾ ബൈബിളില് ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. ആ സുവിശേഷമാണ് കർത്താവായ യേശുക്രിസ്തു. 4 പേർ എഴുതിയ ഒരു സുവിശേഷം, അതാണ് കർത്താവായ
യേശു ക്രിസ്തു. അപ്പോൾ നാം ഈ സുവിശേഷങ്ങളുടെ അല്ലെങ്കിൽ ഈ 4 പുസ്തകങ്ങളുടെ ഹെഡിങ് നാം വായിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം നാം കാണുന്നത്. അതായത് ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു, ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക്, ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക്, ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ. അതായത് ഒരു ഗോസ്പലേ ഉള്ളൂ. 4 എഴുത്തുകാര്, 4 പേര് ആ സുവിശേഷത്തെ 4 കോണുകളിൽ നിന്ന് കണ്ടുകൊണ്ട് അവര് എഴുതിയതാണ് ഈ 4 സുവിശേഷ പുസ്തകങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കർത്താവാണ് സുവിശേഷം. അപ്പോൾ 4 വ്യക്തികൾ എഴുതിയ ഒരു സുവിശേഷമാണ്, അതായത് കർത്താവിനെ കുറിച്ച് അവർ എഴുതിയതാണ് നമുക്ക് ദൈവത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ ഏതാണ്ട് പകുതി ഭാഗവും സുവിശേഷമാണ്. അതായത് പഴയ നിയമത്തിന്റെ 48% ഏതാണ്ട് 48% സുവിശേഷമാണ്, അല്ലെങ്കിൽ സുവിശേഷ പുസ്തകങ്ങളാണ് നമുക്ക് മനസ്സിലാകാം. ഇവിടെ സുവിശേഷങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ, ബഹുവചനത്തിൽ ഞാൻ പറയുമ്പോൾ അത് സുവിശേഷ പുസ്തകങ്ങളാണ് അത് ഉദ്ദേശിക്കുന്നത്. സുവിശേഷം ഒന്നേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തുവാണ് സുവിശേഷം. അപ്പോൾ സുവിശേഷ പുസ്തകങ്ങൾ നമുക്ക് സുവിശേഷങ്ങൾ എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ പുതിയ നിയമ പുസ്തകങ്ങൾ ഏറ്റവും ദൈർഘ്യമേറിയ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് സുവിശേഷങ്ങളാണ്. പുതിയ നിയമത്തിന് 48% അടങ്ങിയിരിക്കുന്നത് സുവിശേഷ പുസ്തകങ്ങളാണ്. അപ്പോൾ ഈ 4 സുവിശേഷങ്ങൾ അതിന്റെ ദൈർഘ്യം അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ വലുപ്പം അനുസരിച്ച് നാം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം, അതിനുശേഷം മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം, അതിനുശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതിനുശേഷം മർക്കോസിന്റെ സുവിശേഷം. അപ്പോൾ ഈ 4 സുവിശേഷങ്ങളിൽ ഏറ്റവും വലിയത് ലൂക്കോസ് എഴുതിയ സുവിശേഷവും ഏറ്റവും ചെറിയത് മർക്കോസ് എഴുതിയ സുവിശേഷവുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സുവിശേഷ പുസ്തകങ്ങളെ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി സുവിശേഷങ്ങളുടെ സ്ഥാനം, സുവിശേഷ പുസ്തകങ്ങളുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ തിരുവെഴുത്തുകളുടെ അല്ലെങ്കിൽ മധ്യസ്ഥാനമാണ് നമുക്ക് സുവിശേഷങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ തിരുവെഴുത്തിന്റെ മധ്യഭാഗമാണ് സുവിശേഷത്തിനുള്ളത്. അതായത് ക്രിസ്തുവിന്റെ വരവിനെ കുറിക്കുന്ന വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും പ്രതീക്ഷകളും ഒക്കെ നാം പഴയ നിയമത്തിൽ നമുക്ക് കാണാം. ഇതൊക്കെ കൊണ്ട് പഴയ നിയമം നിറഞ്ഞു നിൽക്കുകയാണ്. കർത്താവിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങള്, പ്രതീക്ഷകള്, പ്രവചനങ്ങള്, ആ കാര്യങ്ങളൊക്കെ പഴയ നിയമത്തിൽ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വാഗ്ദത്തം ചെയ്ത മശിഹ പഴയ നിയമം മുഴുവനും, യഹൂദ ജനം മുഴുവനും, പഴയ നിയമം മുഴുവനും പ്രതീക്ഷിച്ചിരുന്ന വാഗ്ദത്ത വിഷയമായിട്ടുള്ള ആ മശിഹയുടെ പ്രത്യക്ഷത നമുക്ക് സുവിശേഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ മശിഹ, ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ മശിഹയുടെ ആ വരവ്, ആ ഒന്നാം വരവ് അല്ലെങ്കിൽ ആ വരവിനെ നമുക്ക് സുവിശേഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം പറഞ്ഞുകൊണ്ടാണ് സുവിശേഷങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമം ആരംഭിക്കുന്നതിന് നാം ചിന്തിച്ചതുപോലെ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അതായത് യഹൂദജനം മുഴുവനും പഴയ നിയമം മുഴുവനും പ്രതീക്ഷിച്ചിരുന്ന അബ്രഹാമിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് യേശു ക്രിസ്തുവിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്, ആ വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷ പുസ്തകങ്ങൾ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ക്രിസ്തുവാണ് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം. ക്രിസ്തുവാണ് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ സുവിശേഷങ്ങൾ ഇല്ലാതെ മറ്റു പുസ്തകങ്ങൾ എഴുതാനോ മനസ്സിലാക്കാനോ സാധിക്കത്തില്ല. യേശുക്രിസ്തു ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തു ഇല്ലെങ്കിൽ പുതിയ നിയമത്തിന് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ക്രിസ്തുവാണ് ബൈബിളിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എന്നാൽ അത് മാത്രമല്ല, പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതും ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവാണ് ബൈബിളിന്റെ കേന്ദ്ര വിഷയം. പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. അപ്പോൾ ബൈബിളിന്റെ മറ്റു ഭാഗത്തേക്കാൾ നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം പകർത്തപ്പെട്ടത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്, പകർത്തപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഭാഷകളിൽ തർജ്ജിമ ചെയ്തിട്ടുള്ളത് സുവിശേഷ പുസ്തകങ്ങളാണ്. അപ്പോൾ
ഏത് ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യപ്പെടും, ആദ്യം വിവർത്തനം ചെയ്യുന്നത് സുവിശേഷ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും അധികം പകർത്തി എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്, പകർത്തപ്പെട്ടിട്ടുള്ളത് സുവിശേഷങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബൈബിളിന്റെ ഒരു ആകത്തുക നാം നോക്കുകയാണെങ്കിൽ ക്രിസ്തുവാണ് ബൈബിളിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവാണ് ബൈബിളിലെ കേന്ദ്ര വിഷയം. പഴയ നിയമം ക്രിസ്തുവിനായിട്ടുള്ള ഒരുക്കമാണ്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കർത്താവിന് വേണ്ടിയുള്ള, ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരുക്കമാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. പഴയ നിയമം മുഴുവനും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത നമുക്ക് സുവിശേഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശദീകരണം ലേഖനങ്ങളിൽ നാം കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തു മൂലമുള്ള പര്യവസാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമം ക്രിസ്തുവിനായിട്ടുള്ള ഒരുക്കം, സുവിശേഷങ്ങളിൽ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ലേഖനങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശദീകരണം, വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തു മൂലമുള്ള ആ പര്യവസാനം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇനിയും ഈ 4 പുസ്തകങ്ങളിലേക്ക് നാം വരികയാണെങ്കിൽ, ഈ 4 പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം അല്ലെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം അത് എഴുതിയത് പ്രധാനമായിട്ടും യഹൂദന്മാർക്കാണ്. ആ കാലഘട്ടത്തിൽ മത്തായി സുവിശേഷം എഴുതിയത് യഹൂദന്മാർക്കാണ്. അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ പഴയ നിയമത്തിലെ വാഗ്ദത്ത മശിഹയും അതുപോലെ യഹൂദന്മാരുടെ രാജാവുമാണ് കർത്താവ് യേശു ക്രിസ്തു. അതാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ ആ ഒരു വിഷയം എന്ന് പറയുന്നത്. യഹൂദന്മാര് ഏതൊരു മശിഹയ്ക്ക് വേണ്ടിയാണോ കാത്തിരുന്നത്, ആ മശിഹയെ അവതരിപ്പിക്കുന്നതാണ് മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം പ്രധാനമായിട്ട് വരുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് ആ കാലഘട്ടത്തിൽ. അതുപോലെ നാം അത് വായിച്ചുകൂടാന്നോ വേറെ ആർക്കും അത് പ്രയോജനപ്പെടുത്തില്ലോ ഇല്ല എന്നല്ല, അന്ന് ആ കാലഘട്ടത്തിൽ അത് എഴുതിയത് പ്രധാനമായിട്ടും യഹൂദന്മാർക്ക് വേണ്ടിയാണ്. മർക്കോസിന്റെ സുവിശേഷം എഴുതിയത് റോമൻ ജനതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ ദാസനായ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ യഹോവയുടെ ദാസനായ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് റോമൻ ജനതയ്ക്ക് വേണ്ടിയാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം നാം കാണുകയാണെങ്കിൽ അത് എഴുതിയത് ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ്, ഗ്രേക്കർക്ക് വേണ്ടിയാണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയത്. ലൂക്കോസിന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ലൂക്കോസിന്റെ അല്ല സുവിശേഷം, മർക്കോസിന്റെ അല്ല സുവിശേഷം, യേശു ക്രിസ്തുവിന്റെയാണ്. അപ്പോൾ അവരെഴുതിയ സുവിശേഷം എന്നാണ് അർത്ഥമാക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ, അതായത് കർത്താവിന്റെയാണ് സുവിശേഷം. ഒറ്റ സുവിശേഷമേ ഉള്ളൂ, അത് കർത്താവാണ്. അപ്പോൾ പല ലേഖനകാര്, പല എഴുത്തുകാര് ആ സുവിശേഷത്തെ പല നിലയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള നിലയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കും. അപ്പോൾ ലൂക്കോസ് സുവിശേഷം എഴുതുന്നത് ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ്. അതായത് പൂർണ്ണ മനുഷ്യനായ അല്ലെങ്കിൽ മനുഷ്യപുത്രനായിട്ടുള്ള ക്രിസ്തുവിനെ ഒരു ഗ്രീക്കുകാരനായിട്ടുള്ള ലൂക്കോസ് പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് പ്രധാനമായിട്ടും വിശ്വാസികൾക്കായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത്. ദൈവപുത്രനായ ക്രിസ്തുവിനെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ മത്തായിയുടെ സുവിശേഷം നാം നോക്കുകയാണെങ്കിൽ യഹൂദന്മാർക്ക് വേണ്ടിയും, മർക്കോസിന്റെ സുവിശേഷം റോമൻ ജനതയ്ക്ക് വേണ്ടിയും, ലൂക്കോസിന്റെ സുവിശേഷം ഗ്രീക്ക് ജനതയ്ക്ക് വേണ്ടിയും, അതുപോലെ യോഹന്നാന്റെ സുവിശേഷം വിശ്വാസികൾക്ക് വേണ്ടിയാണ് ആ സമയത്ത് എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ 4 സുവിശേഷകന്മാരും കർത്താവിനെ കുറിച്ച് സുവിശേഷം അവർ എഴുതിയപ്പോൾ അത് 4 വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ നിന്നാണ് അവര് കർത്താവിനെ കാണുന്നത്. ആ നിലയിലാണ് കർത്താവിനെ കുറിച്ച് അവര് എഴുതിയത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം നാം വായിക്കുമ്പോൾ മത്തായി എഴുതിയത് രാജാവായ മശിഹയെ കുറിച്ചാണ്. രാജാവായ മശിഹയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യഹോവയുടെ ദാസനായ ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിലാകട്ടെ കർത്താവിനെ ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ രാജാവായ മശിഹ, മർക്കോസിന്റെ സുവിശേഷത്തിൽ യഹോവയുടെ ദാസൻ,
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സമ്പൂർണ്ണ മനുഷ്യൻ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രാജത്വം, ദാസത്വം, മനുഷ്യത്വം, ദൈവത്വം എന്നിവയാണ് സുവിശേഷങ്ങളിൽ നമുക്ക് ഈ 4 സുവിശേഷങ്ങളിലായിട്ട് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രാജത്വം, ദാസത്വം, മനുഷ്യത്വം, ദൈവത്വം എന്നീ കാര്യങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വളരെ വേഗം ചില വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ചില വാക്കുകൾ നമുക്ക് വായിക്കാം. കിട്ടുന്നവരെ പെട്ടെന്ന് വായിച്ച് സഹായിക്കണം. യെരമ്യാ പ്രവചനം 23-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. യെരമ്യാ പ്രവചനം 23-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. യെരമ്യാ 23:5. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയാവിനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയാവിനെ ഉത്ഭവിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതി ന്യായവും നടത്തും. അപ്പോൾ ദാവീദിന്റെ മുള നമുക്ക് അത് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് കർത്താവിന്റെ രാജത്വത്തെ നമുക്ക് അവിടെ ദർശിക്കുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തില് കർത്താവിന്റെ രാജത്വമാണ് നാം കാണുന്നത്. ഇനി അടുത്ത സക്കരിയ പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യം. സക്കരിയ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. എന്റെ ദാസനായ മുള, എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. അപ്പോൾ ദാസനായ മുള നാം ആദ്യം കണ്ട ദാവീദിന്റെ മുള അല്ലെങ്കിൽ രാജാവായ മുള, കർത്താവിന്റെ രാജത്വം, അത് മത്തായിയുടെ സുവിശേഷത്തില്. പിന്നെ സക്കരിയ പ്രവചനം 3:8 ദാസനായ മുള, അത് കർത്താവിന്റെ ദാസത്വം നാം കാണുന്നുണ്ട്. അത് മർക്കോസിന്റെ സുവിശേഷം നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് മൂന്നാമതായിട്ട് സക്കരിയ പ്രവചനം 6-ാം അധ്യായം 12-ാം വാക്യം. സക്കരിയ പ്രവചനം തന്നെ അതിന്റെ 6-ാം അധ്യായം 12-ാം വാക്യം. സക്കരിയാവ് 6:12. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. മുള എന്ന പേരുള്ള പുരുഷൻ അല്ലെങ്കിൽ പുരുഷനായ മുള അല്ലെങ്കിൽ പുരുഷനായ മുള, അത് കർത്താവിന്റെ മനുഷ്യത്വം നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തില് ആ പുരുഷനായ മുളയെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഇനി യെശയ്യാ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. യെശയ്യാ പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യം. യെശയ്യാവ് 4:2. അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വവും ഉള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിന്റെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകും ഉള്ളത് ആയിരിക്കും. അവിടെ യഹോവയുടെ മുള എന്ന് നമുക്ക് കർത്താവിനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കും. അത് കർത്താവിന്റെ ദൈവത്വത്തെ കുറിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ ദൈവത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സക്കരിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം. സക്കരിയ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. സക്കരിയാവ് 9:9. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ള. മതി. ഇതാ നിങ്ങളുടെ രാജാവ്, ഇതാ നിങ്ങളുടെ രാജാവ്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. ഇതാ നിങ്ങളുടെ രാജാവ്. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. യെശയ്യാവ് 42:1. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. ഇതാ നിങ്ങളുടെ രാജാവ്. മത്തായിയുടെ സുവിശേഷം. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ,
അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ആ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് സെക്കരിയ പ്രവചനം 6-ാം അധ്യായം 12-ാം വാക്യം നാം നേരത്തെ വായിച്ചതാണ്. മുള എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടല്ലോ. സെക്കരിയ പ്രവചനം 6:12 മുള എന്ന പേരുള്ളൊരു പുരുഷൻ ഉണ്ടല്ലോ. അതായത് ഇതാ ആ മനുഷ്യൻ, അല്ലെങ്കിൽ ഇതാ ആ പുരുഷൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കർത്താവിനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കും. ഇനി യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. യെശയ്യാവ് 40-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. സുവാർത്തദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്തദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയും. ഇതാ നിങ്ങളുടെ ദൈവം. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കർത്താവിനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കും. അതായത് ഇതാ നിങ്ങളുടെ രാജാവ്. സെക്കരിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം അത് മത്തായിയുടെ സുവിശേഷത്തില്. യെശയ്യാ പ്രവചനം 42:1 ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. മർക്കോസിന്റെ സുവിശേഷത്തില്. സെക്കരിയ പ്രവചനം 6:12 ഇതാ ആ മനുഷ്യൻ, അല്ലെങ്കിൽ ഇതാ പുരുഷൻ. ലൂക്കോസിന്റെ സുവിശേഷം അതുപോലെ യെശയ്യാ പ്രവചനം 40:9 ഇതാ നിങ്ങളുടെ ദൈവം. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കർത്താവിന്റെ രാജ്യത്വം, ദാസത്വം, മനുഷ്യത്വം, ദൈവത്വം എന്നീ 4 കാര്യങ്ങൾ നമുക്ക് ഈ 4 സുവിശേഷങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ഈ സുവിശേഷങ്ങളുടെ അല്ലെങ്കിൽ സുവിശേഷ പുസ്തകങ്ങളുടെ ചില പ്രത്യേകതകളിലേക്ക് നാം വരികയാണെങ്കിൽ, നാം ആദ്യം ചിന്തിച്ചതുപോലെ ഈ സുവിശേഷ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. ചരിത്ര പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നത്. എന്നാൽ കർത്താവിനെ കുറിച്ചുള്ള സമ്പൂർണമായിട്ടുള്ള ചരിത്രം ഈ പുസ്തകങ്ങളിൽ നൽകുന്നില്ല. കർത്താവിനെ കുറിച്ചുള്ള ചരിത്രം, അതായത് ഇതിന്റെ എഴുത്തുകാർക്ക് കർത്താവിനെ കുറിച്ചുള്ള സമ്പൂർണമായിട്ടുള്ള ചരിത്രം നൽകുക എന്നുള്ളതല്ലായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിന്റെ സമ്പൂർണ്ണ ചരിത്രം ഈ പുസ്തകങ്ങളിൽ നാം കാണുന്നില്ല. എന്നാൽ ഈ 4 പുസ്തകങ്ങളിലും അവര് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും എന്നിവയ്ക്കാണ് അവര് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഈ എല്ലാ സുവിശേഷങ്ങളിലും കർത്താവിന്റെ മരണവും പുനരുത്ഥാനവും എന്നുള്ള വിഷയമാണ്, അതിനാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ 2 സുവിശേഷങ്ങളിൽ മാത്രമാണ് കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനനത്തോട് ബന്ധപ്പെട്ട വസ്തുതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും മാത്രമാണ് കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യം നാം കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 2-ാം അധ്യായം 23 വാക്യങ്ങളിലും, പിന്നീട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 5 മുതൽ 2-ാം അധ്യായം 39 ഈ മത്തായിലും ലൂക്കോസിലും മാത്രമേ ജനനത്തെക്കുറിച്ച് നമുക്ക് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും 4 സുവിശേഷങ്ങളിലും നമുക്ക് വളരെ വിസ്തൃതമായിട്ട് നമുക്ക് കാണുവാനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് കർത്താവിന്റെ ജനനത്തെക്കാൾ അധികം സുവിശേഷകന്മാര് അവര് പ്രാധാന്യം നൽകിയത് കർത്താവിന്റെ മരണവും പുനരുത്ഥാനവും എന്നുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. അത് മാത്രമല്ല, ഈ 4 സുവിശേഷകന്മാരില് ലൂക്കോസ് മാത്രമാണ് കർത്താവിന്റെ ബാല്യകാലത്തുള്ള ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളില് കർത്താവിന്റെ ബാല്യകാലത്തെ ഒരു സംഭവം മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവിന് 33.5 വർഷക്കാലം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നു. അതില് ആദ്യത്തെ 30 വർഷങ്ങളെ കുറിച്ച് സുവിശേഷകന്മാര് മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 30 വർഷങ്ങളെ കുറിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ സുവിശേഷങ്ങളൊന്നും നാം കാണുന്നില്ല. പിന്നീട് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് 3.5 വർഷക്കാലമാണ്. 30 മുതൽ 33 വയസ്സ് വരെ, അതായത് 3.5 വർഷക്കാലമാണ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ ഈ 3.5 വർഷത്തെയും മുഴുവൻ ചരിത്രം ഈ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ഈ സുവിശേഷ പുസ്തകങ്ങളിൽ നാം കാണുന്നില്ല. ഇതില് ഈ 3.5 വർഷങ്ങൾക്കിടയിലുള്ള 50 ദിവസം, കേവലം 50 ദിവസങ്ങളിൽ മാത്രം നടന്ന
സംഭവങ്ങൾ മാത്രമാണ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3.5 വർഷത്തിനിടയിൽ 50 ദിവസത്തെ സംഭവങ്ങൾ മാത്രമേ ഈ 4 സുവിശേഷങ്ങളിലൂടെ നാം കാണുന്നുള്ളൂ, ഈ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ കഷ്ടാനുഭവ ആഴ്ച അല്ലെങ്കിൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് മുമ്പുള്ള ആ ഒരാഴ്ച അല്ലെങ്കിൽ കഷ്ടാനുഭവ ആഴ്ചയിലെ സംഭവങ്ങൾ വളരെ സമഗ്രമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് ഈ 4 സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിനെ കുറിച്ചുള്ള ചരിത്രം അല്ലെങ്കിൽ ഒരു ചരിത്ര പുസ്തകം രചിക്കുക എന്നുള്ളതല്ലായിരുന്നു സുവിശേഷകന്മാരുടെ അവരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിന് ഈ 4 സുവിശേഷകന്മാർക്കും താല്പര്യമില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അവരെന്തിനാണ് ഈ സുവിശേഷ പുസ്തകങ്ങൾ എഴുതിയത്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ വായിക്കാം. ഈ സുവിശേഷകന്മാരുടെ ഉദ്ദേശം എന്തിനാണ് അവർ ഈ സുവിശേഷ പുസ്തകങ്ങൾ എഴുതിയത്? യോഹന്നാൻ 20-ന്റെ 30-31. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാരെ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അവിടെ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ പറയുന്നുണ്ട് ഇത് എഴുതിയതിന്റെ ഉദ്ദേശം എന്താണെന്ന്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേക അടയാളങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. ഈ 4 പുസ്തകങ്ങളിലുള്ളത് 50 ദിവസത്തെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ 3.5 വർഷക്കാലം കർത്താവിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. അനേക അടയാളങ്ങൾ, അനേക കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട് ഈ 3.5 വർഷക്കാലം കൊണ്ട്. എന്നാൽ അതിൽ ചില ദിവസങ്ങളിലെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇത് എഴുതി നൽകിയത്. അത് നൽകാനുള്ള കാരണം യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ഇത് എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ 21-ാം അധ്യായം 25-ാം വാക്യം നാം വായിക്കും. 21-ന്റെ 25 യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പോൾ അത്രയധികം കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എഴുതിയാൽ ആ പുസ്തകങ്ങൾ ഈ 3.5 വർഷക്കാലത്തെ കാര്യങ്ങള് അല്ലെങ്കിൽ ഈ 3.5 വർഷം ചെയ്ത കാര്യങ്ങള് എല്ലാം എഴുതിയാണെങ്കിൽ ആ പുസ്തകങ്ങൾ ഈ ലോകത്തിൽ തന്നെ ഉൾക്കൊള്ളത്തില്ല. ഇതിനും മാത്രം കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് കേവലം 50 ദിവസത്തെ വളരെ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് വിശ്വസിക്കുവാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ നിലയിൽ ഈ 4 സുവിശേഷങ്ങളിലായിട്ട് എഴുതി നമുക്ക് തന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സുവിശേഷ പുസ്തകങ്ങളെ നമുക്കൊരിക്കലും കർത്താവിന്റെ കേവലം ഒരു ജീവചരിത്ര പുസ്തകമായിട്ട് ഒരിക്കലും കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ കണക്കാക്കാനായിട്ട് പാടില്ല. അത് കർത്താവിൽ വിശ്വസിക്കുവാനും അവ മുഖാന്തരം നമുക്ക് ജീവൻ ഉണ്ടാകുവാനുമാണ് ഇത് നമുക്ക് എഴുതി നൽകിയത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ 4 സുവിശേഷങ്ങളില് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷ പുസ്തകങ്ങളില് മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 പുസ്തകങ്ങൾ തമ്മിൽ വളരെയേറെ സാമ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 4 പുസ്തകങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം അല്പം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 പുസ്തകങ്ങളെ അല്ലെങ്കിൽ ഈ 3 സുവിശേഷ പുസ്തകങ്ങളെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് അറിയപ്പെടുന്നു, സിനോപ്റ്റിക് ഗോസ്പൽസ്. കാരണം ഇത് ഒരേ വീക്ഷണത്തില് എഴുതിയ പുസ്തകങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഈ 3 പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ സിനോപ്റ്റിക് ഗോസ്പൽ, സമവീക്ഷണ സുവിശേഷങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ. അപ്പോൾ ഈ മത്തായിയുടെ, മർക്കോസിന്റെ, ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ ഇല്ലാത്ത അനേക കാര്യങ്ങളാണ് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ 4 എഴുത്തുകാര്, ഈ 4 സുവിശേഷ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 പേരാണ്. ഈ 4 എഴുത്തുകാരെ നാം നോക്കുകയാണെങ്കിൽ അതില് 2 പേര് മാത്രമാണ് കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുള്ളത്, മത്തായിയും അതുപോലെ യോഹന്നാനും. ഇവർ 2 പേരുമാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ട് ഉണ്ടായത്. അപ്പോൾ അവര് കർത്താവിനെ നേരിട്ട് കാണുകയും കർത്താവിനോടുകൂടെ നേരിട്ട് വസിക്കുകയും കർത്താവ് ചെയ്ത കാര്യങ്ങൾ നേരിട്ട് കാണുകയും കർത്താവിന്റെ ഉപദേശങ്ങൾ നേരിട്ട് കേൾക്കുകയും
ചെയ്ത ആളുകളാണ് ഇവർ രണ്ടുപേരും, മത്തായിയും അതുപോലെ യോഹന്നാനും. അതിൽ യോഹന്നാൻ നമുക്കറിയാം കർത്താവിന്റെ മാറോട് ചാഞ്ഞിരുന്ന ഒരു ശിഷ്യനായിട്ടാണ്, കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടാണ് നമുക്ക് യോഹന്നാനെ കാണാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ വരെ കേൾക്കുവാനുള്ള ആ വലിയ ഭാഗ്യം ലഭിച്ച ഒരു ശിഷ്യനാണ് യോഹന്നാനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മത്തായിയും യോഹന്നാനുമാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നത്. എന്നാൽ മർക്കോസും ലൂക്കോസും ആ നിലയിൽ കർത്താവിന്റെ ശിഷ്യന്മാരല്ലായിരുന്നു. എന്നാൽ മർക്കോസിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, മർക്കോസ് കർത്താവിന്റെ ശിഷ്യനായിട്ടുള്ള പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് അവര് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു, ഒരുമിച്ച് അവരായിരുന്നു. അങ്ങനെ പത്രോസിനോട് ഒരുമിച്ച് മർക്കോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, 1 പത്രോസ് 5:13 1 പത്രോസ് 5:13. നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പോൾ എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ഒരുപക്ഷെ പത്രോസ് മുഖാന്തരമായിരിക്കും മർക്കോസ് വിശ്വാസത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് എനിക്ക് മകനായ മർക്കോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, മർക്കോസ് ഒരു സ്വന്തം മകനെ പോലെ പത്രോസിനോട് കൂടെ ആയിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മർക്കോസ് പത്രോസിൽ നിന്ന് കർത്താവിനെ കുറിച്ച് വ്യക്തമായിട്ട് കേൾക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും മർക്കോസിന് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ആ നിലയിൽ മർക്കോസ് സുവിശേഷം എഴുതിയായിട്ട് നമുക്ക് മനസ്സിലാകാം. എന്നാൽ ലൂക്കോസിനെ നാം നോക്കുകയാണെങ്കിൽ ലൂക്കോസ് ഒരു ചരിത്രകാരനായിരുന്നു. ലൂക്കോസിനെ ഒരു ചരിത്രകാരനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ലൂക്കോസ് ചരിത്രത്തെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി എഴുതിയതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ലൂക്കോസ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമർപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നുണ്ട്. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പോൾ ലൂക്കോസ് എഴുതിയത് ആദ്യം മുതൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് എഴുതിയ ഒരു എഴുത്താണ്. അപ്പോൾ ലൂക്കോസ് ആ നിലയിലാണ് എഴുതിയത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ ഈ 4 പേരും വളരെ ആധികാരികമായിട്ടാണ് കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ സുവിശേഷം എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മത്തായിയും യോഹന്നാനും കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്നു. അതുകൊണ്ട് നേരിട്ട് കർത്താവിനെ കാണുകയും അറിയുകയും പ്രവർത്തനങ്ങൾ കാണുകയും കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളാണ് മത്തായിയും യോഹന്നാനും. മർക്കോസ് പത്രോസിനോടുകൂടെ സമയം ചെലവഴിച്ച സമയത്ത് ആണ് മർക്കോസ് ഈ സുവിശേഷം എഴുതിയത് നമുക്ക് മനസ്സിലാക്കാം. ലൂക്കോസ് ചരിത്രകാരനായിരുന്നു. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതിയതാണ്. അങ്ങനെ ആ നിലയിൽ ഈ 4 സുവിശേഷത്തെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സുവിശേഷങ്ങളെ കുറിച്ചുള്ള ഒരു ആമുഖമാണ് നമുക്ക് ആ നിലയിൽ കാണാനായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. സുവിശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. പഴയ നിയമം ഒരുപോലെ കാത്തിരുന്ന, പഴയ നിയമ യഹൂദന്മാര് ഒരുപോലെ കാത്തിരുന്ന, പഴയ നിയമം മുഴുവനും പ്രതീക്ഷിച്ച, പഴയ നിയമത്തിൽ വാഗ്ദത്തം നൽകിയ വാഗ്ദത്ത വിഷയമാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. ആ കർത്താവിന്റെ ആ വെളിപ്പാടാണ് സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ നിയമം സുവിശേഷങ്ങളെ കൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. കാരണം സുവിശേഷമില്ലെങ്കിൽ, കർത്താവില്ലെങ്കിൽ പിന്നെ പുതിയ നിയമത്തിന് യാതൊരു സ്ഥാനവുമില്ല. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പുതിയ നിയമത്തിന്റെ പ്രധാന വ്യക്തി, കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് സുവിശേഷങ്ങൾ ആണ് പുതിയ നിയമത്തിന്റെ ആദ്യത്തെ പുസ്തകങ്ങൾ. അങ്ങനെ പുതിയ നിയമം ആരംഭിക്കുന്ന തന്നെ സുവിശേഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് വരുന്ന ആളുകളിൽ നമുക്ക് ഈ സുവിശേഷ പുസ്തകങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ടും അതുപോലെ സുവിശേഷ പുസ്തകങ്ങളെ കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം ഒത്തുകൊള്ളുമാറാകട്ടെ.